ഹലോ ഗൈസ്, ഇന്ന് ഒരു ഓഫ് ഡേ ആണ്. പിന്നെ ഇന്നാണ് റമദാൻ സ്റ്റാർട്ടിങ്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞേ ഉള്ളൂ. ജസ്റ്റ് എണീച്ചതേ ഉള്ളൂ. എങ്കിൽ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആസ് എൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഓൺ എ റമദാൻ ഡേ ആയാലോ? വാ. ഇന്നലെ രാത്രി തന്നെ അത്താഴം കഴിക്കാനുള്ള കറിയും ചപ്പാത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ അതൊക്കെ എടുത്ത് ജസ്റ്റ് ചൂടാക്കി കൂടെ നമുക്കൊരു കോഫിയും കൂടെ ആക്കാം. കോഫിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സുഖമുള്ളൂ. പണ്ട് തൊട്ട് അങ്ങനെയായിരുന്നു ശീലം. അപ്പം നമ്മൾ ഫുഡും കോഫിയും റെഡിയായി. ഇനി ഞാൻ പോയി കഴിക്കട്ടെ. ഇതൊരു ഷെയർഡ് അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ടാണ് ഇത്ര ലോ വോളിയത്തിൽ സംസാരിക്കുന്നതും വോയിസ് ഓവറൊക്കെ ചെയ്തത് കേട്ടോ. ഈ സമയത്ത് ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന അത്ര നല്ലതല്ലല്ലോ. അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി. ഇപ്പോൾ വലിയൊരു 1/4 മണിക്കൂർ കൂടെ ഉണ്ട് ബാങ്ക് കൊടുക്കാൻ. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ ബാങ്കൊന്നും കേൾക്കില്ല. 5 മണിക്ക് ബാങ്ക് കൊടുക്കും എന്നാണ് ആപ്പ് കാണിക്കുന്നതെങ്കിൽ 5 മണിക്ക് ബാങ്ക് കൊടുക്കും. അപ്പം സമയം നോക്കി നമ്മൾ കാര്യങ്ങൾ ചെയ്യാം, അത്രേ ഉള്ളൂ. ഇനിയിപ്പം പറഞ്ഞതുപോലെ 15 മിനിറ്റ് ഉണ്ട്. അപ്പം മാക്സിമം വെള്ളം കുടിക്കുക, ചെയ്യാനുള്ള എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ ഇനി ചെയ്യാനുള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് പുറത്ത് പോയാലെന്നൊക്കെ പറഞ്ഞിട്ട്. ചിലപ്പം പുറത്ത് പോകും, അറിയില്ല, നോക്കാം. പുറത്ത് നല്ല സ്നോഫോളും കാര്യങ്ങളൊക്കെയാണ്, ഞാൻ കാണിച്ചു തരാം. ഒട്ടുമിക്ക യൂറോപ്യൻ കൺട്രീസിലും ഇപ്പോൾ വിൻ്ററൊക്കെ അവസാനിച്ച് ഏകദേശം സ്പ്രിങ്ങിലോട്ട് കടക്കുന്ന സമയമാണ്. ബട്ട് പോളണ്ടിൽ ഇപ്പോഴും നല്ല ഹെവി സ്നോഫോളും നല്ല വിൻ്ററൊക്കെയാണ്. ഈ പാൻറ് ഞാൻ ടെമോന്ന് മേടിച്ചതാണ്. ഇപ്പോൾ 2 months ആയിട്ടുള്ളൂ. വിൻ്റർ നല്ല ഹാർഷായപ്പോൾ വാങ്ങിച്ചതായിരുന്നു. നല്ല അടിപൊളി സാധനമാണ്. പുറത്ത് വാട്ടർ റെപ്പലൻ്റ് മെറ്റീരിയലും ഉള്ളിൽ നല്ലൊരു തിക്ക് ഫറി ടൈപ്പൊക്കെ ആയിട്ട് നല്ല ഹീറ്റ് ഇൻസുലേറ്റിംഗ് ആണ്. പുറത്തും തണുപ്പൊന്നും നമുക്ക് അധികം വരില്ല. ഈ ഒരു തണുത്ത വെതർ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ലെയർ ചെയ്ത് ഡ്രസ്സ് ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് അത്രയും കൂടെ കംഫർട്ടബിൾ ആയിട്ട് നടക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നത് ആദ്യം ഒരു ലെയർ തേർമൽസ് ഇടും, അതിൻ്റെ മേലെയാണ് നോർമൽ ഡ്രസ്സ് ഇടാറ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കുറച്ച് സാധനങ്ങളാണ് ഈ ഒരു ഷോളും പിന്നെ ഈ ഒരു ക്യാപ്പും. അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിളായിട്ട് നടക്കാം. ഗ്ലൗസ് കൂടി എടുക്കണം, ജാക്കറ്റും കൂടി ഇട്ടിട്ട് നമുക്കിറങ്ങാം. അപ്പോൾ ഇതാ ഫുള്ളി പാക്ഡ് ആൻഡ് റെഡി. ഇനി നമുക്ക് ഇറങ്ങാം. എന്തിനാ ഈ നേരത്തെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ ഒരു രസം. 5:45 ഉള്ളൂ. സ്നോ ആണ്, ക്ലൗഡിയാണ്, സൺറൈസൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പോയി നോക്കാം എന്തായാലും. എവിടെയാണ് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല. മീറ്റ് ചെയ്തിട്ട് തീരുമാനിക്കാമെന്നാണ് ജസ്റ്റിൻ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റിനാണ് നേരത്തെ പറഞ്ഞ ഫ്രണ്ട്. ഞാൻ പോളണ്ടിലേക്ക് വന്ന സെയിം ടൈമിൽ തന്നെയാണ് ജസ്റ്റിനും വന്നിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഓരോ ആൾക്കാരുടെയും പല സാഹചര്യങ്ങളും ഉണ്ട്. നമുക്ക് വിചാരിക്കുമ്പം മീറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതുപോലെ എപ്പോഴെങ്കിലും ഒന്ന് പുറത്തൊക്കെ കറങ്ങാൻ പോകണമെന്നോ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കാറില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇത്ര ഏർലി മോർണിംഗ് ആണെങ്കിൽ ഏർലി മോർണിംഗ് പോകാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പം ജസ്റ്റിൻ്റെ വീട്ടിലോട്ടാണ് പോണേ. അവിടെ നിന്ന് അവൻ്റെ വണ്ടിയിൽ നമ്മൾ പോകും, അതാണ് പ്ലാൻ. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഒന്ന് ബസ് കയറി മെട്രോയിൽ കയറി കുറച്ച് നടന്നു കഴിഞ്ഞാൽ ജസ്റ്റിൻ്റെ വീട്ടിലെത്തും. മെട്രോയിൽ ഇപ്പോൾ ഇറങ്ങിയുള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റിൻ്റെ റൂമിലെത്തും. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ബാക്കി നോക്കാം. മൊത്തം നല്ല സ്നോ ഒക്കെ പെയ്ത് നല്ല ആ ഒരു ഏർലി മോർണിംഗ് വൈബൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ജസ്റ്റിൻ്റെ കിട്ടി. വണ്ടിയൊക്കെ രാത്രി മൊത്തം സ്നോയിൽ കിടന്നുകൊണ്ട് മൊത്തം മൂടി ഐസൊക്കെ വീണ്. പിന്നെ നമ്മളിവിടുന്ന് വിസ്റ്റുല റിവറിൻ്റെ സൈഡിലൊരു പാർക്ക് പോലൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് സമയം ഇരിക്കാൻ
കഴിക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. പോയി നോക്കാം. പിന്നെ വൃത്തിയാക്കിയിട്ട് വേണം പോകാൻ. ബീച്ച് നമുക്കൊരു പോളണ്ടിലൊരു ചെറിയ ബീച്ചിലോട്ട് പോവാം. ബീച്ചല്ല, റിവർ സൈഡാണ്. പക്ഷെ മാപ്പിലൊക്കെ സമ്മർ ടൈമിൽ ബീച്ച് പോലെയാണ് കാണുന്നത്. അപ്പം വിൻ്റർ ആയതുകൊണ്ട് ഒന്നും കാണൂല. എന്തെങ്കിലും കാണുമെന്ന് നമുക്ക് പോയി നോക്കാം. നല്ല കിടിലൻ വ്യൂ ഒക്കെ ആസ്വദിച്ചാണ് നമ്മൾ പോണത്. ഇത് ഫുള്ളൊരു ഓപ്പൺ ഗോൾഫ് കോഴ്സ്, പക്ഷെ ഫുള്ള് ഐസായിട്ടുള്ളത്. പകുതി വരെ വീഴുന്നു. അടിപൊളി, നല്ല കിടിലൻ ഏരിയ. പക്ഷെ ഇവിടെ സിഗ്നലും ക്രോസിംഗ് ഒന്നും ഇല്ലല്ലോ. ഏർലി മോർണിംഗ് അഡ്വഞ്ചർ. ഇതെങ്ങനെ താഴോട്ട് ഇറങ്ങും? ആ സ്റ്റെപ്പ് ഉണ്ടല്ലേ? ഓക്കെ, ഏറ്റവും മോനെ അതേ പോന്നു. ആ ബാക്കിൽ കാണുന്ന മല നമ്മൾ സ്ലിപ്പായി താഴോട്ട് ഊരി വീണ്. ഇറങ്ങാൻ പറ്റുന്നില്ല, ഫുള്ള് സ്നോ കവേർഡായിരുന്നു. ഷൂസിനൊന്നും ഒട്ടും ഗ്രിപ്പില്ല. അപ്പോൾ എന്നിട്ടിപ്പോൾ താഴെ എത്തി, ഉരുണ്ടുരുണ്ട് താഴെ എത്തി. ഇനിയിപ്പോൾ അടിപൊളി, നല്ല രസമുണ്ട്. നല്ല അടിപൊളി ഒരു ട്രെയിൽ ഹൈക്ക്, അല്ല ഒരു ട്രെയിൽ ഹൈക്ക് ഏരിയ അല്ലേ? ചെറിയൊരു സ്നോഫോളൊക്കെ ആയിട്ട് നല്ല അടിപൊളി. പക്ഷേ നല്ല കിടിലൻ സ്ഥലം. ഇത് വാട്ടറാണോ? ഓ, ഇത് ബ്രിഡ്ജ് പോലെ. ഇത് സ്നോ ആയിട്ടൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ ഇത് ബ്രിഡ്ജാണ്. രണ്ട് സൈഡിലും സ്വാമ്പ് ഏരിയ പോലെ, നല്ല മരങ്ങളും ഇതൊക്കെ ആയിട്ട് അടിപൊളി. ഇനി ഇവിടുന്ന് സ്ലിപ്പായി താഴോട്ട് പോകണ്ടെന്നാൽ മതിയായിരുന്നു. നമ്മളിപ്പോൾ കുറച്ച് മുമ്പോട്ട് നടന്നപ്പോഴേക്ക് ഇത് മാത്രമേ ഉള്ളൂ, രണ്ട് സൈഡിലും താഴോട്ട് ഇതാണ്. ഇങ്ങനെ അഡ്വഞ്ചർ, നല്ല അടിപൊളി ലൊക്കേഷൻ. ഇങ്ങനെ ഹൈക്ക് ട്രെയിൽ പോകുന്നുണ്ട്, രണ്ട് സൈഡിലും സ്വാമ്പ് ഏരിയ ഒക്കെ പോലെ ഫുള്ള് വൂഡ്സൊക്കെ ആയിട്ട്. ഇവിടെ വൈൽഡ് ആനിമൽസ് ഒക്കെ ഉണ്ടെന്നാണ് ജസ്റ്റിൻ പറഞ്ഞത്. ബോബ് കാറ്റ്, ഡിയർ, ഫോക്സ് ഒക്കെ ഉണ്ട് പോലും. നമുക്ക് കാണാൻ പറ്റുമോ അറിയില്ല, രാവിലെ ആയതുകൊണ്ട് നോക്കാം. അങ്ങനെ നമ്മളാ ബ്രിഡ്ജിലൂടെയുള്ള നടത്തൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി സ്ഥലത്തെത്തിയിരിക്കുകയാണ്. കിട്ടില്ല വൈബ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിസ്റ്റുല റിവർ ഉണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നീണ്ട ഒരു ഹൈക്കും ഒരു 3-4-5 വീഴലൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മൾ ഹെവൻ കണ്ടിരിക്കുകയാണ് ഗൈസ്. വാർസോയിൽ വന്നിട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലം ഞാനിതാദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ താഴെ സാൻഡാണ്. ആക്ച്വലി സമ്മറിലൊരു ബീച്ച് വൈബുള്ള സ്ഥലമാണ്. ഇതാണ് മാപ്പിൽ കണ്ട ബീച്ച് വൈബുള്ള സ്ഥലം. പക്ഷെ വിൻ്ററിൽ നല്ലൊരു അന്റാർട്ടിക്ക വൈബ്സ്, അടിപൊളി, ഫുള്ള് സ്നോ. ഒക്കെ ഇതേ അവിടെ വിസ്റ്റുല റിവർ. അങ്ങോട്ട് കുറച്ച് സ്റ്റെപ്സൊക്കെ ആയിട്ട്. എടാ അതിനെന്താ പറയുന്നത് അസലത്തിന്? എന്തായിരുന്നു? റൊമാൻറ്റിക്കോ, റൊമാൻസോ, എന്ത് റൊമാൻറ്റിക്ക ബീച്ചോ അങ്ങനെ എന്തോ ഒരു സംഭവം. ഫുള്ള് കപ്പിൾസിൻ്റെ മെയിൻ സ്ഥലമാണ് എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. ചോട്ടം വീണതിൽ ടോട്ടലി വർത്തിച്ച്. അങ്ങനെ നേരത്തെ കണ്ട സ്നോ ഏരിയ ഒക്കെ നമ്മൾ നടന്ന് സാധനം റിവറിൻ്റെ ഇവിടെയുള്ളൊരു വ്യൂ പോയിന്റിലെത്തി. ഇതൊക്കെ ഫ്ലോട്ട് ചെയ്ത് പോകുന്നുണ്ട്. ആ, ഇത് ഈ റിവർ എപ്പോഴും ഇങ്ങനത്തെ ഒരു കളറാണ് ഉണ്ടാവുക, ക്ലിയർ ഉണ്ടാവാറില്ല. വീഴാണ്ടിരുന്നാൽ മതി. അങ്ങനെ നമ്മളിവിടെ കുറേ ടൈം ഇപ്പം ഇരുന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി സ്നോഫോള്. ഇപ്പോൾ പയ്യെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു.
എന്തായാലും നല്ലൊരു അടിപൊളി മോർണിംഗ് ആയിരുന്നു. ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പാട്ടൊക്കെ കേട്ട് നല്ലൊരു ലോങ് റൈഡൊക്കെ അടിച്ച് OBI എന്ന് പറഞ്ഞൊരു ഹോം ബിൽഡ് സെൻറ്ററിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഐക്യൊക്കെ പോലത്തെ വേറൊരു സെറ്റപ്പ് സംഭവം, മൊത്തം ഹാർഡ്വെയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഇവിടെ പ്ലാന്റ്സിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പം ജസ്റ്റിന് ഭയങ്കര ആഗ്രഹം ആ ഒരു സ്പൈഡർ പ്ലാന്റ് വാങ്ങിക്കണം. അപ്പോൾ അങ്ങനെ സ്പൈഡർ പ്ലാന്റ് എടുത്തു. അങ്ങനെ OBIയിലൊക്കെ കറങ്ങിക്കഴിഞ്ഞ് നല്ല ടയേർഡായി. ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്ത് അവനും വീട്ടിലോട്ടും പോയി, ഞാൻ ബസ് കയറി വീട്ടിലോട്ടും വന്നു. ഇനിയിപ്പം ഒന്ന് കിടന്നുറങ്ങണം. ഉറങ്ങി എണീച്ചിട്ട് ഇനി ഇഫ്താറിനുള്ള പരിപാടികൾ നോക്കണം. നല്ലൊരു ഉറക്കൊക്കെ കഴിഞ്ഞ് എണീച്ചപ്പോൾ ഒരു ചെറിയൊരു സമാധാനമുണ്ട്. പക്ഷേ നല്ല തലവേദന ഇളകി. എനിക്ക് എപ്പോൾ നോമ്പെടുത്ത് കഴിഞ്ഞാലും നല്ല ഈ സൈനസ് ഏരിയയിൽ നല്ല അടിപൊളി തലവേദന ഉണ്ടാവും. അപ്പം 4 മണിയാവാനായി. ഇനി 5 മണിക്കാണ് മഗ്‌രിബ് ബാങ്ക്. അപ്പോഴത്തേക്ക് നമുക്ക് ഇഫ്താറിന് വേണ്ട സാധനങ്ങൾ റെഡിയാക്കാം, ഡിന്നറിനൊക്കെയുള്ള ഫുഡും റെഡിയാക്കാം. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ടല്ലോ. ഡിന്നറിൽ നമുക്കുള്ളത് ചപ്പാത്തി. ഇന്നലെ ഞാൻ ആക്കിയതിൻ്റെ കുറച്ച് മാവ് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു, അപ്പം അത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് മീൽ പ്രിപ്പയർ ചെയ്ത് വെച്ച കുറച്ച് ചിക്കൻ കറി ഉണ്ട്. ഇതൊക്കെ ബാക്കിയുള്ള ആൾക്കാരുടെ ഐറ്റംസാണ്. മീൽ പ്രിപ്പയർ ചെയ്ത് വെച്ച കുറച്ച് ചിക്കൻ കറി ഉണ്ട്. അതേപോലെ ഇഫ്താറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ക്യാരറ്റ് ജ്യൂസും പിന്നെ ടാങ്കും പിന്നെ നമുക്ക് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഫ്ലേവേർഡ് യോഗേർട്ടിൽ മിക്സ് ചെയ്തത്. ഇത്ര ഐറ്റംസ് ആക്കുന്നുള്ളൂ. ഇത് തന്നെ കഴിക്കുമ്പോഴത്തേക്ക് മിക്കവാറും വയറൊക്കെ നിറയാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് നോമ്പുമാണ്. പിന്നെ ഇവിടെ വന്നിട്ട് കഴിഞ്ഞാൽ ഫുഡൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെ അങ്ങനെ കഴിച്ച് ശീലമില്ലല്ലോ. പിന്നെ എൻ്റെ സെക്കൻഡ് റമദാനാണ് ഇവിടെ പോളണ്ടിൽ വന്നിട്ട്. പക്ഷെ ആദ്യം ഇവിടെ കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഞാൻ റമദാൻ തുടങ്ങി ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ആകുമ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം പകുതിക്ക് വെച്ച് വന്നതുകൊണ്ട് തന്നെ പിന്നെ പുതിയ സ്ഥലമായിരുന്നു, നല്ല ചേഞ്ചസ് ഉണ്ട് ടൈം സോണിൽ. വന്നൊന്ന് സെറ്റിൽ ആവാൻ തന്നെ 1-2 ആഴ്ച ടൈം എടുത്തു. അതിൻ്റെ ഇടയിൽ കാര്യമായിട്ട് അങ്ങനെ റമദാൻ എടുക്കാനോ നോമ്പെടുക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പം പക്ഷെ ആ ടൈമിലത്തെ ഈദ് നല്ല സൂപ്പറായിരുന്നു. കാരണം ഇവിടെ മല്ലു കമ്മ്യൂണിറ്റി ഉണ്ട് മുസ്ലിംസിൻ്റെ. അപ്പം അവരുടെ ഒക്കെ കൂടെ പോയിട്ട് നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എനിക്കതിൽ കുറേ പേരുമായിട്ടൊന്നും വലിയ പരിചയമില്ല. ആകെ എൻ്റെ റൂമിലുള്ള ഒരു ഷാൻ എന്ന് പറഞ്ഞൊരു ബ്രോ ഉണ്ട് കോഴിക്കോടുള്ള. പുള്ളീൻ്റെ കൂടെയാണ് ഞാൻ പോയത്. പുള്ളി ആണ് അവിടെയൊക്കെ പരിചയപ്പെടുത്തുന്നതൊക്കെ. പിന്നെ നെക്സ്റ്റ് വലിയ പെരുന്നാൾ കഴിഞ്ഞ വർഷം ഇവിടെ തന്നെയായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്തേക്ക് പുള്ളി നാട്ടിൽ പോയതുകൊണ്ട് എന്നാലും പോകാൻ ആരും ഇല്ലാത്തതുകൊണ്ട് പോയില്ല. ഒറ്റയ്ക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ചിരിച്ചു. ഇത്രയുള്ളൂ പെരുന്നാൾ. ആ ചെറിയ പെരുന്നാൾ അടിപൊളിയായിരുന്നു. ചപ്പാത്തിയൊക്കെ റെഡിയായി. നമ്മളെ ക്യാരറ്റ് നമ്മൾ വേവിച്ച് സ്മൂത്തി ആക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഓട്സ് വെള്ളത്തിൽ ഓൾറെഡി സോക്ക് ചെയ്തതാണ്. പിന്നെ ക്യാരറ്റ് പീസ് ഉണ്ട്. പിന്നെ കുറച്ച് സിനമൺ പൗഡറും ഗ്രീക്ക് യോഗട്ടും പാലും. ഇനി ഇതിൽ ഈത്തപ്പഴം ഞാൻ കുറച്ച് ചൂട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കാണിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലോട്ടിട്ടിട്ട് നമ്മൾ അടിച്ചെടുത്ത ജ്യൂസ് റെഡി. ജ്യൂസ് സ്മൂത്തി റെഡി. സാലഡ്, ഫ്രൂട്ട് സാലഡ് ആക്കാൻ ആപ്പിള്, ബനാന, പിന്നെ കുറച്ച് സ്ട്രോബെറി, റാസ്ബെറി ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം അതും മുറിച്ചിടുക, യോഗട്ടിൽ മിക്സ് ചെയ്യാം. ഈ പുറം നാടുകളിൽ താമസിക്കുന്ന എല്ലാവർക്കും നോമ്പൊക്കെ ആകുമ്പോൾ സ്വന്തം വീടും നാടും ഫ്രണ്ട്സും ഒക്കെ മിസ് ചെയ്യും. ഞാനും 2 ദിവസമായിട്ട് അതുപോലൊരു ഫേസിലേക്കൂടെ ആയിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് രാവിലെ പുറത്തൊക്കെ പോയി നടക്കാനൊക്കെ പോയി കുറേ വീണ് ചിരിച്ച് അങ്ങനെയൊക്കെ നല്ലൊരു ഫൺ മൊമെൻറ്റ്സിൽ കിട്ടിയത് കൊണ്ട് ഇപ്പം നല്ല മൈൻഡൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്നാലും ആ ഒരു ലിങ്കറിങ് ഫീലിംഗ് അത് അവിടെ തന്നെ ഉണ്ടാവില്ലേ. ഇപ്പം നമ്മുടെ ഇഫ്താറിൻ്റെ ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈത്തപ്പഴമുണ്ട്. പിന്നെ നമ്മുടെ നേരത്തെ മിക്സഡ് ഫ്രൂട്ട് സാലഡ്, പിന്നെ നമ്മുടെ മിക്സഡ് ക്യാരറ്റ് സ്മൂത്തി, ടാങ്ക്, കോഫി ലാസ്റ്റ് തിരക്ക് പിടിച്ച് ആക്കിയപ്പം ഇങ്ങനെയൊക്കെ ആയിപ്പോയി.
അപ്പോൾ ഇഫ്താറിൻ്റെ ടൈം ആവാൻ എനിക്ക് കുറേ സമയമൊന്നുമില്ല. അപ്പം ഞാൻ പോയി നോമ്പൊക്കെ തുറന്ന് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കട്ടെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.